നമസ്കാരം സുഹൃത്തുക്കളെ. ബിജു, നിങ്ങൾ കാണാത്തൊരു കാര്യമായത് കണ്ണൂരിലെ ഉത്സവപ്പറമ്പുകളിൽ കാണുന്നൊരു സംവിധാനമായത് തമ്പോല. നമ്മൾ സ്ലേറ്റ് എന്ന് പറയുന്ന നാട്ടിൽ നമ്മളെ ബോർഡുമായിട്ട് നമ്മളെ സുഹൃത്തുക്കൾ കുട്ടികൾ നിങ്ങളെ മുന്നിലേക്ക് വരും. അപ്പോൾ ഒന്ന് കളിച്ച് നോക്കുക. ഇത് പ്രൈസല്ല പ്രധാനം, ഒരു കളി. ഓക്കെ, പ്ലീസ്. ആ ബോർഡുമായിട്ട് ബിജു ഒക്കെ കാത്തിരിക്കുക. ബിജുവിന് 3 ബോർഡ് വേണമെന്നാണ് പറഞ്ഞത്. ഓക്കെ പ്രിയമുള്ളവരെ, അപ്പോൾ ഗെയിമിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. വലിയ അധ്വാനങ്ങളൊന്നുമില്ല. കറക്റ്റ് നമ്പേഴ്സ് അതിനകത്ത് നോക്കി ഒന്ന് ഇതണ്ടേ കുട്ടികൾ നമ്മുടെ ഗെയിം ബോർഡുമായിട്ട് വരുന്നുണ്ട്. തമ്പോല ഗെയിമിൻ്റെ ബോർഡാണത്. ഒരു 1 BD മാതൃകാപരമായിട്ട് നമ്മുടെ റിതിൻ ചേട്ടൻ ആ ഒരു ഗെയിമിൻ്റെ ബോർഡ് 1 BD കൊടുത്തതാണ് വാങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ വേദിയിലേക്ക് മറ്റൊരു ഗംഭീര ശബ്ദത്തിൻ്റെ ഉടമയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. അനുരാഗാണ്. അനുരാഗിനെ ഒരു നല്ല കൈഡിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ ബഹ്റൈനിലെ കലാസ്വാദകർക്ക് ഇപ്പോൾ ഏറെ പരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖമാണ്. നാട്ടിലും ബഹ്റൈനിലും ഒക്കെയായിട്ട് ഒട്ടനവധി വേദികളിൽ ഇതിനോടകം തന്നെ പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ നല്ല തകർപ്പൻ പാട്ടുകളുമായിട്ടാണ് അനുരാഗ് ഈ വേദിയെ കീഴടക്കാൻ എത്തുന്നത്. അനുരാഗ്, ഏത് പാട്ടാ പാടാൻ പോണേ? ഇത് എനിക്ക് വയ്യ. AR റഹ്മാൻ മിക്സുമായിട്ടാണ് അപ്പോൾ അനുരാഗ് റെഡി ആയിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. என் சுவாச காற்று வரும் பாதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை வளராமல் போன மலை மீது தீடு குடிப்பேன். என் உயிர் போகும் போனாலும் துயரில்லை கண்ணே, அதுக்காகவா பாடினேன். வரும் எதிர்காலம் மீது பழி போடும் பெண்ணே, அதுக்காகத்தான் பாடினேன். முதலா முடிவா அது உன் கையில் கொடுத்து விட்டேன். உயிரே உயிரே வந்து என்னோடு கலந்து விடு. நினைவே நினைவே இந்த நெஞ்சோடு கலந்து விடு. காதல் இருந்தாயா இந்த கண்ணோடு கலந்து விடு. காலோ தடுத்தா இந்த மண்ணோடு கலந்து விடு. உயிரே உயிரே வந்து என்னோடு கலந்து விடு. நினைவே நினைவே இந்த நெஞ்சோடு കലந்து വിട്. താങ്ക് യു ഓൾ ഓഫ് യു. നമുക്കൊന്ന് അടിച്ചു പൊളിക്കല്ലേ? അടിച്ചു പൊളിക്കല്ലേ? ആർക്കും തോന്നും ഉഷാറില്ലാത്ത ഒരു നല്ലൊരു കൈ എടുത്ത് തരുമോ? എല്ലാവരും ചേർന്ന് ഇവിടെ എല്ലാവരും ചേർന്ന്. താങ്ക് യു. അടിച്ചു പൊളിക്കല്ലേ? ഡാൻസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? Urwasi, take it easy, Urwasi. Osbola, odambu rendu thevayilla pharmacy. Ushar varato, oru kai edukka tharuvo. Urwasi, Urwasi, take it easy, Urwasi. Osbola, odambu rendu thevayilla pharmacy. வாழ்க்கையில்
ഉഷാർ പോരാട്ടോ. ഇവിടെ ഒരു കയ്യേറി ചേട്ടന്മാരെ ഒരു സർവറുടെ ആരും ഇവിടെ കയ്യിൽ വെച്ച് പറയാം.
താങ്ക് യു. അടുത്ത് പാടുന്ന എല്ലാവരും നന്നായിട്ട് കൈയടി, നല്ല ഡാൻസ് പാടാം കേട്ടോ. ഇവിടെ ചേട്ടന്മാരെ ഓക്കെ അല്ലേ? താങ്ക് യു. അനുരാഗ് അടിച്ചു പൊളിച്ചു. അപ്പോൾ അനുരാഗ് പോയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് വരട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ തമ്പോല ഗെയിമിൻ്റെ കാർഡ് എല്ലാവർക്കും കിട്ടി എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് കൊച്ചുകുട്ടികൾ ഇവിടെ റൈറ്റ് സൈഡിലേക്കൊന്ന് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കാർഡ് ഒന്ന് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് അറിയിക്കുന്നു. കൊച്ചുകൂട്ടുകാർ ദയവായി സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എത്തുക. നമ്മുടെ ഒരു കാർഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തമ്പോല ഗെയിമിൻ്റെ ആ ഒരു ബോർഡിന് വെറും 1 PD മാത്രമേ ഉള്ളൂ. ആകർഷകമായ സമ്മാനങ്ങളാണ്. ഫസ്റ്റ് പ്രൈസ് ഉണ്ട്, സെക്കൻഡ് 3 സമ്മാനങ്ങൾ അല്ലേ? അപ്പോൾ എന്നേക്കാൾ അറിയായിരിക്കും കണ്ണൂരുകാർക്ക് ഈ ഒരു ഗെയിമിനെ പറ്റി. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്, കൊച്ചുകുട്ടികൾക്ക് വരെ പങ്കെടുക്കാം. അപ്പോൾ പേരൻസ് ചെയ്യുന്നത് കാർഡ് വാങ്ങുക, കുട്ടികൾക്ക് കൊടുത്താലും മതി, അവർക്ക് സന്തോഷമാവും. അപ്പോൾ ശ്രീ വിൽസുരാജിനെ വീണ്ടും മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്ത ഗാനം രഥോത്സവം എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. ഹലോ, തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. വായോ വായോ നീ മാറിച്ചായോ മഞ്ഞൾ പൂത്താടി തരാ നിന്റെ മാരനെ കൂടെ വരാ. ആഴ്വാൻകോവിൽ കൊടിയേറാറാ നിറനിറച്ചോളം കൊയ്യാൻ നേരമായി. താഴം പൂമട്ടുണ്ടേ തഞ്ചാവൂർ പട്ടുണ്ടേ മിന്നും നാവാരം തൂമയിൽ ചാർത്താം. കൊഞ്ചം കടമായി തരുമോ തരുമോ. വായോ വായോ നീ മാറിച്ചായോ. കുതിരും നിലവേ കിഴക്കിലെ മച്ചിൽ നിന്നും മാഞ്ഞു പോ. ആരും മുത്താത്ത മുത്തണി മുന്തിരി പൊന്മണിതായോ. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. വായോ വായോ നീ
അടുത്ത ഗാനം ചിരിയോ ചിരി എന്ന സിനിമയിലെ ഒരു ഗാനമാണ്. 7 സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ഇതിൻ്റെ എല്ലാം ഉത്തരവാദി മനോഹരനാണ്. എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു പരിപാടിക്ക് ഇത്രയും ക്ലാസിക്കൽ പാട്ടുകൾ, ഇത്രയും ടഫായിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടില്ല. അങ്ങേറ്റം വന്ന 2 പാട്ടുകൾ ഇത്രേ പാടാറുള്ളൂ. പക്ഷേ നിങ്ങൾ നല്ലവരായ ഈ പ്രേക്ഷകർ, ആസ്വാദകർ, എനിക്ക് വളരെ സന്തോഷമാണ്. സത്യം പറഞ്ഞൊരു ഒരു ഗൾഫ് നാടുകളിൽ പോയി ഇത്രയും പാട്ടുകൾ പാടാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് കണ്ണൂർ ജില്ലക്കാർക്ക് മാത്രം അവകാശപ്പെട്ടെന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ ഇത്ര ആസ്വദിക്കുന്ന ആൾക്കാർ. താങ്ക് യു. ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം, ഗാനം ദേവഗാനം, അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം. അതിലോലോലം 7 സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. ആരു പാടും ലളിത മധുരമയ ഗാനം പോൽ കരളിലമൃതമഴ. ആരു പാടും ലളിത മധുരമയ ഗാനം പോൽ കരളിലമൃതമഴ. ചൊരിയുമളവിളിടമിഴികളിളകി അതിൽ മൃദുല തരളഭ ചലന നടന മുതിരൂ ദേവി. പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ ബന്ധുവൻ പൊടിപോലഴകേഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. ഏതോ താളം മനസ്സിനണയറയിലേതോ മേളം ഹൃദയധമനകളിലേതോ താളം മനസ്സിനണയറയിലേതോ മേളം ഹൃദയധമനകളിൽ അവയിലുണരും ഒരു പുതിയ പുളക മതലകരി ഒഴുകിവ അരിയ സുഖ നിമിഷമേ. ആരോടും മിണ്ടാതി ആരോമൽ തീരത്തെ അനുഭൂതികളേ சகீதமே எனக்கொரு ஜீவன்
നീ വാഴും കാലം യാവും ഉനക്കാക നാന്താൻ കാവ്യ വീണയിൽ സ്വരങ്ങളെ മീട്ടുവേൻ ഗാനം ഗാനം ജീവഗാനം പിറക്കാതെ ഇങ്ങേ ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. താങ്ക് യു മനേട്ടാ. താങ്ക് യു. മനേട്ടാ ഇനി പറയാം. മനേട്ടന് വേണ്ടി മൂപ്പര് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട്. മധുമൊഴിരാതെ നിന്നെ തേടി മധുമൊഴിരാതെ നിന്നെ തേടി അലയുകയാണൊരു മാധവ ജന്മം അറിയുകയായി അവനീ ഹൃദയം അരുണ സിന്ദൂരമായി ഉതിരും മൗനം നിൻസ്വരമണ്ഡവനടയിലുണർന്നൊരു പൊന്തിരിയായവനെരിയുകയല്ലോ നിൻ പ്രിയ നർത്തനവനിയിലുണർന്നൊരു മൺതരിയായി സ്വരമുരുകയല്ലോ സരഗരഗ സരഗരഗര ഗമ മപദ മപദ പദ മപദ പദ ജാനി സരി മഗരി സരി സരി ഗ മഗരി സരി സരി ഗ മഗരി സരി സരി ഗ ഹരിമുരളീരവം ഹരിതവൃന്ദാവനം പ്രണയസുധാമയ മോഹനഗാനം ഹരിമുരളീരവം തിരമുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ഈ പാട്ട് ദാസേട്ടൻ പാടുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ദാസേട്ടന് വേണ്ടി ട്രാക്ക് പാടിയ ഞാൻ തന്നെയാണ് ഈ പാട്ട്. കുറേ പാട്ടുകളുണ്ട് അങ്ങനെ. സ്മൃതം വെച്ചു തിരമുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിമിഴിയിൽ സുരനില സൂര്യകണം കവിളുകളോ കളവമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അധരം തിരമുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം
സരിഗമഗമ 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 ധനി ധനി ഗമ ധനി ധനി ഗമ മദനി ധനി ധ മദനി ധനി ധ മദനി ധനി സ ധനി സ ധനി സ ധനി സ ധനി സ ഗമ നിസ നിസ ധനി ധനി മദ മദ ഗമ ഗമ രിഗ രിഗ ധരി ധരി നിസരി സ നിസരി ധനി സ ധമ ധനി സ ഗമ. പാട്ട് പാടാനുണ്ടോ? ഏതൊരു പാട്ട് നിങ്ങൾ മനസ്സിലുള്ള ഏതാ ഏതാ? നല്ലൊരു കേട് കൊടുക്കും. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോരേ ശുഭസായാഹ്നം പോരേ തെളിദീപം കളിനിഴലിൽ കൈക്കൊമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നിൽക്കണമായി ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവഗാനക കിരീടമിതണിയുമ്പോൾ സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ ദേവി സുഖമോ സുഖമോ. താങ്ക് യു താങ്ക് യു. അതെ താങ്ക് യു. ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ ഏത് സിനിമയിലായിരുന്നു നിങ്ങൾ പറയുന്ന സിനിമ ഏതാന്ന്? എനിക്ക് പാടുള്ളത് മാത്രം ഇങ്ങനെ ലൈറ്റായിട്ടുള്ള സ്റ്റെപ്പുകളൊന്നും പറ്റില്ല, ഇത്തിരി ടഫായിട്ടുള്ളത് മാത്രമേ പറ്റത്തോളെന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, നമ്മുടെ മലർ മിസ്സിൻ്റെ സിനിമ പ്രേമം. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. ഇദ്ദേഹം വാശിയോടെ വന്നിരിക്കുകയാണ്, ടഫായിട്ടുള്ള പാട്ടുകൾ മാത്രമേ പാടുള്ളൂ എന്ന്, അതും ഇത്രയും അതിഗംഭീരമായിട്ട്. അപ്പോൾ ബഹ്റൈനിൽ 5ാമത് തവണയാണ് നമ്മുടെ
ഈ ഒരു അനുഗ്രഹീത ഗായകൻ എത്തുന്നത്. അപ്പോൾ 5 അല്ല 15 അല്ല 10,000 വട്ടം വന്നാലും നമ്മൾ പ്രവാസി മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിംഗർ തന്നെ ആയിരിക്കുമെന്ന് സംശയമില്ല. അത്രത്തോളം നമ്മുടെ എല്ലാം മനസ്സ് കീഴടക്കി കഴിഞ്ഞു. ഒരു ഗംഭീര ഓരോ പാട്ട് കഴിയുന്തോറും ഞാൻ പറയണ്ട, ഗംഭീര കയ്യടി കൊടുക്കണം കേട്ടോ. അതാണ് ഒരു കലാകാരനോട് ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം. മറക്കരുത്, കയ്യടിക്കണം. ഞാനും സത്യം പറഞ്ഞാൽ മറന്നിരുന്ന് പാട്ട് ആസ്വദിക്കുകയാണ്. ഞാനും മറന്നു പോകുന്നുണ്ട്, എന്നാലും ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനുരാഗ്, ഏത് പാട്ടാണ്? രണ്ടുപേരോട് രണ്ടുപേരാണ്. ഏത് പാട്ടാണ്? ഓക്കെ, അപ്പോൾ ഒരു അടിച്ചുപൊളി ഒരു തമിഴ് പാട്ടുമായിട്ടാണ് രണ്ടുപേരും എത്തുന്നത്. വിജിതയെയും അനുരാഗിനെയും സ്നേഹപരിസരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, തമ്പോലയുടെ കാര്യം മറക്കണ്ട. നമ്മുടെ കൊച്ചു കൂട്ടുകാര് തമ്പോല ബോർഡുമായിട്ട് വരുന്നുണ്ട്. മറക്കാതെ 1 ബീഡി കൊടുത്ത് ആ ഒരു ബോർഡ് കൈക്കലാക്കുക. ഏറ്റവും ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സബോഡിയിലാണ് മലയാളം. அப்படி போட 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 அசத்து போட கண்ணால, இப்படி போட 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 இழுத்து போட கையால, உன்னோட ஒரு சுத்த உப்பு மூட்டை ஏறுகிற உன்னோட கண்ணாமூத்தி ஆட வர இந்த நட போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த நட போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த நட போதுமா, இன்னும் கொஞ்சம் வேணுமா. அப்படி போட 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 அசத்து போட கண்ணால, இப்படி போட 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 இழுத்து போட கையால. அழகிய வயசுல நீ மணிக்கிறியே, மெதுவாய கணத்தில் நீ மணக்கிறியே, அது சரிதானா? உன்னா காத்த சந்தோஷத்தை 2 மடங்கா பூத்திருந்த, உன்னை தொட்ட அச்சத்தில 3 தொடர்ந்தா வெட்டிருந்த, உன்னோட கங்க கடி கண்ணா கண்டிங்க கடிக்க, என்னோட காது பக்க செல்ல கண்டிங்க கடிக்க, இந்த வயசு போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த வயசு போதுமா, இன்னும் கொஞ்சம் வேணுமா, இந்த வயசு போதுமா, இன்னும் கொஞ்சம் வேணுமா. அப்படி போட 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 அசத்தை போட கண்ணால, இப்படி போட 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 எடுத்து போட கையால. திகர வைக்கிறியே, நீ மெதுவா வத்தவகன பதன வைக்கிறியே, நீ அனதா வத்தவகன பதன வைக்கிறியே, இது அதுதானா? சக்க வைக்கிற செவக்க வைக்கிறியே, நீ ஜோரா சுக்க வைக்கிற சொலல் வைக்கிறியே, நீ அழகா பத்த வைக்கிற பதற வைக்கிறியே, இது முறைதானா? உன்ன பார்வை நெஞ்சுக்குள்ள ஊசி நூலும் கோக்குதடி, தெற்கு பத்து சிறுவெல்லாம் 10 நில
உறவு தொடுக்குதடி ஆடிக்கிட்டு உன்னோட நானும் வரேன் பயசிக்கிட்டு உன்னோட கூட வயது வர இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா அப்படி போட்டு 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 அசத்தி போட்டு கண்ணாலே இப்படி போட்டு 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 எடுத்து போட்டு கையாலே உன்னோட ஊரை சுத்த மூட்டை ஏறுகிற உன்னோட கண்ணாமூச்சி கண்ணாமூச்சி ஆடுவர் இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா இந்த நடை போதுமா இன்னும் கொஞ்சம் வேணுமா இந்த இட்லி போடுமா இன்னும் கொஞ்சம் வேணுமா தேங்க்யூ தேங்க்யூ പ്രണയിക്കാത്ത ആരും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും പറയുകയാണെങ്കിൽ അത് കള്ളത്തരമായിരുന്നു. ഇല്ലല്ലേ മൂപ്പരില്ലേ വാച്ചല്ലേ? പ്രണയിക്കുന്ന കുറേ ആൾക്കാർക്ക് വേണ്ടി കുറേ പ്രണയഗാനങ്ങൾ ഏതാനും വരികകൾ കുറേ പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ഗാനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കുറേ നിങ്ങളുടെ പഴയ ഓർമ്മയിലേക്ക് ഒന്ന് നിങ്ങളെ പഴയതിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഒരു രാത്രി കൂടി വിടവാങ്ങ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നൻ അരികിൽ വരും അഴകിൻ്റെ തൂവലാണ് നീ. ഒരു രാത്രി കൂടി വിടവാങ്ങ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നൻ അരികിൽ വരും അഴകിൻ്റെ തൂവലാണ് കല്യാണത്തേനില കാച്ചാതെ പാൽ നില നീതാനേ വാനില എന്നോട് വാനില തേയാതെ വെണ്ണില ഉൻ കാതൽ കണ്ണില ആകായം മണ്ണില നീ കാണുമോ തേങ്ങുമൻ ഉൾക്കടൽ സഖി നീ അറിയുമോ വിങ്ങുമീ ഗദ്ഗദം വെറുതെയെന്നാലും ഓർമ്മ വന്നൻ മിഴി നിറഞ്ഞു മിണ്ടുവാൻ കൊതിയുവാ കരൾ പിടഞ്ഞു എന്നിണക്കിളിയുടെ നൊമ്പരഗാനം കേട്ടിന്നലെ ഉറങ്ങാതെ ഞാനിരുന്നു ആകലുമാ കാലൊച്ച് ആകരാരിൽ നിറയുന്ന മോഹദുഃഖങ്ങളാണെന്നറിഞ്ഞു പറഞ്ഞതാണു കുറ്റം നീയറിഞ്ഞതാണു കുറ്റം പലരും കൊതിക്കുന്ന നിൻ പ്രേമ പുഷ്പത്തെ പലവരു ചോദിച്ചതെന്റെ കുറ്റം
മുടിപ്പൂക്കൾ വാടിയാലെന്തോമനേ നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്തോമനേ മുഖമൊട്ടു തളർന്നാലെന്തോമനേ നിന്റെ മനം മാത്രം വാഴരുതെന്തോമനേ മുടിപ്പൂക്കൾ വാടിയാലെന്തോമനേ നിന്റെ ചിരിപ്പൂക്കൾ വാഴരുതെന്തോമനേ അനുരാഗമോലും കിനാവിൽ കിളിപാടുന്നതവരാധമാണോ ഇരുളിൽ വിതുമ്പുന്ന പൂവി ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ ഏകാകിയായി ഞാൻ പാടാൻ വരുമ്പോഴും വിധിയെന്തിനാണോ വിലപേശുവാനായി വെറുതെ നിറം മാറി വന്നു മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീളമേ ഓ പ്രിയേ നിനക്കൊരു ഗാനം ഓ പ്രിയേ എൻ പ്രാണനിലുണരും ഗാനം അറിയാതെ ആത്മാവിൻ ചിറകുകുടഞ്ഞോരഴകി നിറമിഴിയിൽ ഹിമകണമാണീ വിരഹം ഓ പ്രിയേ നിനക്കൊരു ഗാനം മറക്കുമോ നീ എൻ്റെ മൗനഗാനം ഒരു നാളും നിറയ്ക്കാത്ത വേണുഗാനം കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമ്പോഴെല്ലാം മറക്കുന്ന ഹൃദയമേ ഹൃദയമേ മറക്കാൻ എല്ലാം നമുക്കിനി മറക്കാൻ പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു മണ്ണിൽ വീണുടയുന്ന തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു കണ്ണുനീരെന്നും വിളിച്ചു ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യന് മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ പറയോ നിനക്കേറ്റ ഇഷ്ടം പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം
രാധരൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. താങ്ക് യു. വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പരിപാടി എനിക്ക് പാടുവാൻ അവസരം തന്ന പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാട്ടിലും വിദേശത്തുമായി അനേകം ഷോ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനോജ് ചേട്ടനോട്, മനോജ് മയ്യന്നൂർ, അദ്ദേഹത്തിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താണ്. ഓറ ആർട്സ് എന്നൊരു വലിയൊരു കലാപ്രസ്ഥാനം ഇവിടെ ബഹ്റിൽ, അതുപോലെ സൗദി അറേബ്യയിൽ, ദുബായിലും മസ്കറ്റിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനം ഉണ്ടെന്നറിഞ്ഞ് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാ വിദഗ്ധരായ അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് മനോജേട്ടൻ്റെ കണ്ടക്ടർ എനിക്കിങ്ങനെ പാടാൻ ഒരവസരം തന്ന് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ പ്രോഗ്രാം ഇത്രയും അതിഗംഭീരമാക്കിയത് നമ്മുടെ ഗായകർക്കൊപ്പം അപ്പോഴും മുതൽ നിന്ന് ഇത്രയും കഠിനമായിട്ട് അധ്വാനിക്കുന്ന നമ്മുടെ ഈ ഒരു ഗംഭീര ഓർക്കസ്ട്ര ടീം തന്നെയാണ്. ഒരു നല്ല കൈയടി പോരട്ടെ. കൈയടിക്കാൻ ഒട്ടും ഉപേക്ഷ വിചാരിക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട കീബോർഡിസ്റ്റ് മിസ്റ്റർ മനോജ് വടകര, ഒരു നല്ല കൈയടി. വരട്ടെ. ഞാൻ 5 മണി തൊട്ട് നിൽക്കുക, എന്നിട്ട് എനിക്ക് ഇപ്പോഴും നല്ല എനർജി ഉണ്ട് കേട്ടോ. കൈയടിക്കുന്നത് നിങ്ങൾക്കാണ് ഇല്ലാത്തത്. അപ്പോൾ അത് പോരല്ലേ മനോജ് ചേട്ടാ? അപ്പോൾ അടുത്തതായി കീബോർഡ് നവനീത് പോരട്ടെ, കൈയടി പോരട്ടെ. ലീഡ് ഗിറ്റാർ മിസ്റ്റർ ലിജിൻ, ബേസ് ഗിറ്റാർ മിസ്റ്റർ സ്റ്റെനിൻ, തബല ആൻഡ് മൃദംഗം മിസ്റ്റർ ഇക്ബാൽ കൊയിലാണ്ടി, റിതം പാഡ് മിസ്റ്റർ റിജു. ഒപ്പം ഈ പ്രോഗ്രാമിൻ്റെ സൗണ്ട് എഞ്ചിനീയർ, സൗണ്ട് സിസ്റ്റം ലിസൺ ഇവൻറ്റ്സ്. അപ്പോൾ ചേട്ടന്മാരുടെ പേര് ശരിക്കും എനിക്ക് അറിയില്ല കേട്ടോ. പേരൊന്ന് പറയോ? അങ്ങനെ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ വൈകിയ വേളയിൽ ഇവരൊക്കെ അപ്പോഴും തൊട്ട് നിൽക്കുകയാണ്, സമ്മതിക്കണം. ഓക്കെ. അപ്പോൾ മനോജ് ചേട്ടാ, പ്രിയപ്പെട്ട മനോജ് മയ്യണ്ണൂർ, ഇനി പാട്ടുണ്ടോ? ഉണ്ട്. ഇവരെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും അടുത്തിടെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തൊരു പ്രോഗ്രാം ഉണ്ടാകില്ല നമ്മുടെ ഓർക്കസ്ട്ര ടീം. എനിവേ, അടുത്തതായിട്ട് പാടാനായിട്ട് എത്തുന്നു മണിച്ചേട്ടന് ഇഷ്ടമല്ലേ? നമുക്ക് മണിച്ചേട്ടൻ്റെ കുറച്ച് കോർത്തിണക്കിയ പാട്ടുകൾ പാടാം. താങ്ക് യു. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പുന്നാരേ, എൻ്റെ പുന്നാരേ, മാമ്പഴമാകട്ടെന്ന്. കണ്ണിവാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേത് എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടേത്. കണ്ണിവാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേത് എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടേത്. പുള്ളിയുള്ള പിന്ന പവട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. പുള്ളിയുള്ള പിന്ന പവട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പുന്നാരെ, എത്ര ഞാൻ വാങ്ങി തന്നു. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്നെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായിതാ, എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായിതാ. പകല് മുഴുവൻ
പണിയെടുത്ത് കിട്ടണ കാശിന് കണ്ടുപിടിച്ച് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായിര എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായിര താഴത്തിന് കൈയിടോ പെണ്ണുങ്ങൾ പോലീസായി ജാമ്യകിട്ടവല്ലായി പാടും വേലായിര ജാമ്യകിട്ടവല്ലായി പാടും വേലായിര പണ്ടത്തെ കാലം പോയി പെണ്ണുങ്ങൾ പോലീസായി ജാമ്യകിട്ടവല്ലായി പാടും വേലായിര ജാമ്യകിട്ടവല്ലായി പാടും വേലായിര പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കണ്ടുപിടിച്ച് എന്നെ മോളെ കച്ചതിയിലാക്കല്ലേ വേലായിര എന്നെ മോളെ കച്ചതിയിലാക്കല്ലേ വേലായിര ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള നിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീ ചെമ്മീനെ പെണ്ണിന്റെ കൊണ്ടയിൽ കയ്യുള്ള വിടക്കണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചൊപ്പുള്ള നിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കരിമീ ചെമ്മീനെ പെണ്ണിന്റെ കൊണ്ടയിൽ കയ്യുള്ള വിടക്കണേ പിരിങ്ങോട്ടും ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ല പിരിങ്ങോട്ടും ചെറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ല നേരം പോയി മീനും ചിനെ കച്ചവടം വെള്ളത്തില്ല നേരം പോയി മീനും ചിനെ കച്ചവടം വെള്ളത്തില്ല ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ മികാരി പെണ്ണിനെ ഞാൻ ഒരുപാട് ചെമ്പല്ലി കരിമീ ചെമ്മീനെ പെണ്ണിനെ കൊണ്ടത് നെയ്യുള്ള പിടക്കണേ വരുതനപ്പം കൊടുത്ത് ചടിയ തങ്കമേ എന്റെ വരക പച്ചലിലൂടെ കിട്ടടി തങ്കമേ വരുതനപ്പം കൊടുത്ത് ചടിയ തങ്കമേ എന്റെ വരക പച്ചലിലൂടെ കിട്ടടി തങ്കമേ ആണിനെ ഗാനവും കങ്ങണ ധാരണി തങ്കമോ ഈ വീട്ടിലിരിക്കണ പെണ്ണുകളാണടി തങ്കമേ ആണിനെ ഗാനവും കങ്ങണ ധാരണി തങ്കമോ ഈ വീട്ടിലിരിക്കണ പെണ്ണുകളാണടി തങ്കമേ ആ വരുതനപ്പം കൊടുത്ത് ചടിയ തങ്കമേ എന്റെ വരക പച്ചലിലൂടെ കിട്ടടി തങ്കമേ വരുതനപ്പം കൊടുത്ത് ചടിയ തങ്കമേ എന്റെ വരക പച്ചലിലൂടെ കിട്ടടി തങ്കമേ ആണിനെ ഗാനം കങ്ങണ ധാരണി തങ്കമോ ഈ വീട്ടിലിരിക്കണ പെണ്ണുകളാണടി തങ്കമേ ആണിനെ ഗാനം കങ്ങണ ധാരണി തങ്കമോ ഈ വീട്ടിലിരിക്കണ പെണ്ണുകളാണടി തങ്കമേ വരുതനപ്പം കൊടുത്ത് ചടിയ തങ്കമേ എന്റെ വരക പച്ചലിലൂടെ കിട്ടടി തങ്കമേ വരുതനപ്പം കൊടുത്ത് ചടിയ തങ്കമേ എന്റെ വരക പച്ചലിലൂടെ കിട്ടടി തങ്കമേ ആ വരുതനപ്പം കൊടുത്ത് ചടിയ തങ്കമേ എന്റെ വരക പച്ചലിലൂടെ കിട്ടടി തങ്കമേ തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിന്നുമായുകില്ല ഈ ചാലക്കുടിക്കാരി ചാലക്കുടി നാട് വിട്ടെങ്ങും പോകുകയില്ല. താങ്ക് യു. ഈ ഷോ കണ്ടക്ട് ചെയ്ത പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് മനേട്ടനെ ഞാൻ വേദിയിലേക്ക് വിളിക്കാൻ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി. ഇത്രയും പാട്ടുകളൊക്കെ എങ്ങനെ ജനം സ്വീകരിക്കുമെന്ന് എനിക്ക് വളരെയേറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും മനേട്ടൻ്റെ ആ കണക്കൂട്ടലാണ് ശരിക്കും പറഞ്ഞാൽ ശരിയായത്. പ്രിയപ്പെട്ട മനേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മനേട്ടൻ പ്ലീസ് 2 വാക്ക് മനേട്ടൻ സംസാരിക്കുന്നതായിരിക്കും. 2 വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച ഇന്നത്തെ ഈ പ്രോഗ്രാം വീക്ഷിക്കാൻ ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം നമ്മുടെ വിൽസ്വരാജ് നയിച്ച ഗാനമേള നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ലാസ്റ്റ് ചെയിൻ സോങ്ങിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മിക്ക ഗാനങ്ങളും ഇവിടെ ആലപിച്ചതായി എന്ന് തോന്നുന്നു. അടുത്ത ചെയിൻ സോങ്ങിലേക്ക് പോവുകയാണ്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം. അടുത്ത ഗാനം അഭിമന്യു എന്ന സിനിമയിലെ
രാമായണക്കാറ്റ് എന്ന ഗാനം നിങ്ങൾക്ക് വേണ്ടി ഇവർ ആലപിക്കുന്നു. താങ്ക് യു ചേട്ടാ. ഞാൻ ചേട്ടൻ്റെ ഇത്രയും നല്ലൊരു ശബ്ദത്തിനുടമ ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടൻ്റെ കൂടെ പാടാൻ പറ്റിയതിൽ. അവിടെ പോയി അത്രയ്ക്കും നല്ല ശബ്ദമാണ്. കണ്ണ് തട്ടാതിരിക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു. ജുമാ ജുമാ ജുമകന ജുമാ ജുമാ ജുമകന ജില ജില ജുമാ ജുമാന തക തക തകിട തകിട താ ജില ജില ജുമാന തക തക തകിട തകിട ദിനക 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 രാമായണ കാറ്റേ നിന്നീലാവരി കാറ്റേ രാമായണ കാറ്റേ നിന്നീലാവരി കാറ്റേ തങ്കനൂൽ നെയ്യുമീ സന്ധ്യയിൽ കുങ്കുമം പെയ്യുമീ വേളയിൽ രാഖി ബന്ധനങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായണ കാറ്റേ നിന്നീലാവരി കാറ്റേ രാമായണ കാറ്റേ നിന്നീലാവരി കാറ്റേ. चल चले चले चलो चले चलो चल चले चले चलो चले चलो രാഗം പുതുരാഗം ഈ മണ്ണിൻ മാറിൽ നിറയാം വർണ്ണം പുതുവർണ്ണം ഈ സന്ധ്യയിൽ അഴകായി പൊഴിയാം രാഗം പുതുരാഗം ഈ മണ്ണിൻ മാറിൽ നിറയാം വർണ്ണം പുതുവർണ്ണം ഈ സന്ധ്യയിൽ അഴകായി പൊഴിയാം. പമ്പാമേളങ്ങൾ തുള്ളിക്കുളുങ്ങും അങ്കരമേളങ്ങൾ അടിച്ചു വെക്കും സിംഹവും ഗംഗയും പാടുമ്പോൾ കാവേരി തീരങ്ങൾ പൂക്കുമ്പോൾ സ്വരങ്ങളിൽ വരങ്ങള പദങ്ങളായി നിറഞ്ഞുവ രാമായണ കാറ്റേ നിന്നീലാവരി കാറ്റേ രാമായണ കാറ്റേ നിന്നീലാവരി കാറ്റേ. നല്ലാനമേലെ പൊന്മലകൾ കണിമരതക വർണ്ണം പാകി ദൂരെ പാൽക്കടലിൽ തിരയിളകി സ്നേഹം പോലെ മേലെ പൊന്മലകൾ കണിമരതക വർണ്ണം പാകി ദൂരെ പാൽക്കടലിൽ തിരയിളകി
പ്രിയപ്പെട്ട സത്യേട്ടനെയും ബിനോയേട്ടനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട മനീഷ. സത്യേട്ടൻ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരൻ എനിക്ക് തോന്നിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ ഏറ്റവും ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരൻ എനിക്ക് തോന്നിയിരിക്കുന്നത് സത്യേട്ടനാണ്. സത്യേട്ടനെ ബിനോയേട്ടനെ ക്ഷണിക്കുന്നു. 2 വാക്ക് സത്യേട്ടൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്നതായിരിക്കും. ഇന്നത്തെ സായാഹ്നം ധന്യമാക്കിയ നമ്മുടെ വിൽസൺ എന്ന ഗായകൻ മറ്റൊരു യേശുദാസ് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇദ്ദേഹത്തിന് ഇതുപോലെയുള്ള പ്രോത്സാഹനം കിട്ടുന്നത് കൊണ്ട് തന്നെ എന്നും കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷനോട് സഹകരിച്ച് ഞങ്ങൾ വിളിച്ചാൽ ഒരു വിളിക്ക് ഇവിടെ വരണമെന്നുള്ള ഒരു ആഗ്രഹവും കൂടി ഞാൻ ഇതോടുകൂടി അറിയിക്കുകയാണ്. ശേഷം നമ്മുടെ പ്രസിഡന്റ് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോഴ് മുന്നിൽ നിൽക്കുമ്പം മനസ്സിലായില്ലേ ആർക്കാന്ന് ചെറുപ്പെന്ന്? വിൽസരാജന് മാറ്റി പറയാം. സുഹൃത്തുക്കളെ, നമ്മളൊരു പ്രോഗ്രാമിനെ പറ്റി ആലോചിച്ച സമയത്ത് നമ്മളെ പ്രിയ സുഹൃത്ത് മനോജുമായിട്ട് ഈ ആശയവിനിമയം നടത്തി. അദ്ദേഹം ഒരു വാക്ക് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വിൽസരാജൻ്റെ പേര് പറഞ്ഞു. അത് ആരോടും ചോദിക്കാതെ തന്നെ ആ സമയത്ത് തന്നെ എഗ്രി ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഗമനം തെറ്റായില്ല. ഇന്നത്തെ ഈ സായാഹ്നം ഇത്രയും അധികം ധന്യമാക്കിയ വിൽസരാജനും അതുപോലെ അതിന് കാരണഭൂതനായ മനോജ് മയ്യന്നൂരിനും ഹൃദയത്തിൻ്റെ അടിത്തട്ടിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. നമസ്കാരം. സദസ്സിലിരിക്കുന്ന അഭ്യുദയകാംക്ഷികളുടെ ആഗ്രഹപ്രകാരം നാം 2 പേരും വിൽസരാജന് ഒരു ഫ്ലവർ സമ്മാനിക്കുകയാകുന്നു. താങ്ക് യു. വളരെയേറെ സന്തോഷം. ഈ സ്നേഹത്തിന് ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും എനിക്ക് കഞ്ഞിയും പയറും എനിക്കിഷ്ടം. സത്യേട്ടനാണ് എനിക്ക് കഞ്ഞിയായിട്ട് വരുന്നത്. വളരെയേറെ സന്തോഷം. നല്ലൊരു ദിവസമായിരുന്നു. 2 ദിവസം റിഹേഴ്സലും ഒരു കുടുംബം പോലെ എനിക്ക് തോന്നുന്നു. ഒരു ഗൾഫാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഒരു കുടുംബമാണ്. നമ്മളെല്ലാം ഒരു സഹോദരന്മാരാണ്. ആ ഒരു സ്നേഹബന്ധത്തിൽ ആയിരിക്കുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട സത്യേട്ടനോടും വിനോദേട്ടനോടും ഇതിൻ്റെ എല്ലാ നല്ലവരായ മെമ്പേഴ്സിനോടും എൻ്റെ പ്രിയപ്പെട്ട മനേട്ടൻ, നമ്മുടെ വീണ, വിജിത, മനീഷ, എല്ലാവരോടും ഇവിടെ വന്നിരിക്കുന്ന പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ലിസൺ, അവരോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളിവിടെ കിടന്ന് എന്ത് സർക്കസ് കാണിച്ചെങ്കിലും ഇത് വെളിയിൽ വളരെ മനോഹരമായി കേൾപ്പിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. അല്ലെങ്കിൽ തവിട് പൊടിയായി പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ലിസന് നിറഞ്ഞൊരു കൈയ്യടി നിങ്ങൾ കൊടുക്കണം. ഒരു പിശുക്കും കാണിക്കില്ല. ഈ സ്വിമ്മിംഗ് പൂൾ അപ്പുറമാണോ ആൾക്കാർ കൈയടിക്കാൻ ബുദ്ധിമുട്ട്? തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട ലിസനൊക്കെ ഇവിടെ ഉള്ളൊരു വലിയൊരു അനുഗ്രഹമാണ്. നല്ലൊരു സൗണ്ട് എഞ്ചിനീയർ, എല്ലാം കൊണ്ടും ഒരു അനുഗ്രഹമായിരുന്നു. വളരെയേറെ സന്തോഷം. പ്രിയപ്പെട്ട ചേട്ടൻ പറഞ്ഞല്ലേ, അമരം എന്ന സിനിമയിൽ ഒരു പാട്ടിൻ്റെ ഒരു ഏതാനും ഭാവം, എന്നിട്ട് നമ്മൾ ചെയിൻ സോങ്ങിലേക്ക് കടന്ന് ക്ഷമിക്കണം, ഒരു കാര്യം വിട്ടുപോയി. ഞാൻ നമ്മളെ പ്രോഗ്രാമിൻ്റെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വിജിതയെ ഞാൻ വിളിച്ചിരുന്നു. വിജിതയെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിന് മുമ്പേ ഒരു പ്രോഗ്രാം അവർ റാഡിസൺ ബ്ലൂവിൽ ചെയ്തിരുന്നു. അതൊരു ഗസലായിരുന്നു. ഭയങ്കര എപ്രീഷിയേഷൻ കിട്ടിയ ഒരു പരിപാടിയായിരുന്നു. അപ്പം അത് നടത്തണമെന്നായിരുന്നു ഏതാനും ആൾക്കാരുടെ ആഗ്രഹം. പക്ഷേ ചില ക്രൗഡ് ആ ഗസൽ ആസ്വദിക്കുമെന്നുള്ളൊരു ഡൗട്ടുണ്ടായി. അതുകൊണ്ടാണ് വിൽസരാജിനെയും പിന്നെയും മറന്നുപോയി വിജിതയെയും കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ഗായികയാണ് വിജിത. ഗസൽ എന്ന് വെച്ചാൽ അതിമനോഹരമാണ് വിജിതയുടെ. ബാക്ക് ടു. താങ്ക് യു. താങ്ക് യു. വികാര തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വിളി പുടവയുലഞ്ഞു രാക്കിളി പൊന്ന
മകളെ നിൻ പൂവിളി യാത്ര മൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ അഴകേ നിൻമിഴി നേർമണി കുളിരിൽ തൂവരുതേ അഴകേ നിൻമിഴി നേർമണി കുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൽ പൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിൽക്കും ഇരഹവേള തന്നൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയെന്നു എൻ്റെ ജീവനിൽ പങ്കിടാ ഒരുവൻ മുകിലിനു മഴയിതണേകി ഓന്തിരയഴകിനു ഇണയഴകാം അഴകി നിൻമിഴി നേർമണി കുളിരിൽ തൂവരുതേ കരളേ നീ എൻ്റെ കിനാവിൽ പൊഴിക്കരുതേ. ഇനി ദൈവം അനുഗ്രഹിച്ച ഒരു അവസരം നിങ്ങൾ തന്നാൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഉറപ്പായിട്ടും അല്ലേ? ശരിക്കും സംഗീതമേ അമരസല്ലാപമേ സംഗീതമേ അമരസല്ലാപമേ മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ വേദനയെ പോലും വേദാന്തമാക്കുന്ന നാദാനുസന്ധാന കൈവല്യമേ സംഗീതമേ അമരസല്ലാപമേ. പ്രിയമുള്ളവരെ, ഗാനാമൃതത്തിൽ ഈ ഒരു ചെയിൻ സോങ്ങോടെ നമ്മുടെ പാട്ടിന്റെ ഒരു സെഷൻ ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോ അടിച്ചു പൊളിക്കാം. അവർ എനർജി ഇങ്ങോട്ട് പോരട്ടെ. റെഡി? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജോളിച്ചാനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജോളിച്ചാൻ വന്ന് ജോളിച്ചാൻ എൻ്റെ നാട്ടുകാരനാണ്. എൻ്റെ നാട്ടുകാരനെ കാണാം. എനിക്കൊന്ന് ഞാൻ ഈ രംഗത്ത് വരുന്നതിന് മുമ്പ് ഗാനമേള ഫീൽഡിൽ അറിയപ്പെടുന്നൊരു ഗായകനാണ് പ്രിയപ്പെട്ട ജോളിച്ചാൻ. MJ ഓർക്കസ്ട്ര, പാല, ഒട്ടുമിക്ക കേരളത്തിലെ മിക്ക ട്രൂപ്പുകളിലും അന്ന് ലീഡ് പാടിക്കൊണ്ടിരുന്ന പ്രിയപ്പെട്ട ജോളിച്ചാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ്. പ്രിയപ്പെട്ട ജോളിച്ചാൻ, ജോളിച്ചാനെ കണ്ടത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു. വിൽസരാജ് ഇവിടെ വരുന്നെന്ന് ആദ്യം എന്നെ വിളിച്ചാണ് പറഞ്ഞത്. അന്ന് പോലെ ഞാൻ നോക്കിയിരിക്കുകയാണ്. അന്ന് പോലെ ഞങ്ങൾ ഡെയിലി വിളിക്കുകയും സംസാരിക്കുകയും വീഡിയോ കോളിലും ഒക്കെ സംസാരിക്കുകയും ചെയ്യും. ഞങ്ങൾ ഇവരുടെ നാട്ടിലൊക്കെ പോയി ഗാനങ്ങളൊക്കെ പോകുമ്പോഴൊക്കെ വിൽസരാജ് ഓടി വരും ഞങ്ങളെ കാണാനും ഒക്കെ. അന്ന് തൊട്ടുള്ളൊരു സ്നേഹമാണ്. താങ്ക് യു. ഇനിയും കാണാം. താങ്ക് യു. ജോളിച്ചാൻ വന്നതിൽ അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു ജോളിച്ചാൻ. താങ്ക് യു. ചേച്ചിയും പിള്ളേരൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും താങ്ക് യു. എല്ലാവരും കാണാൻ ആദ്യമുന്നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ട നേരം കൽവിനുള്ളിൽ മോഹമോദിച്ചു. ஊரத்தெறிஞ்சுக்கிட்டே உலகம் புரிஞ்சுக்கிட்டேன் கண்மணி ஏன் கண்மணி ஞானம் பிறந்திருச்சு நானும் புரிஞ்சிருச்சேன் கண்மணி ஏன் கண்மணி ஊரத்தெறிஞ்சுக்கிட்டே உலகம் புரிஞ்சுக்கிட்டேன் கண்மணி ஏன் கண்மணி ஞானம் பிறந்திருச்சு நானும் புரிஞ்சிருச்சேன் கண்மணி ஏன் கண்மணி பச்சை குழந்தை என்ன பாலூத்தி வளர்த்து பாலை குடிச்சு விட்டு பாம்பாக கொத்துதடி ஊரை தெரிஞ்சுக்கிட்டே உலகம் புரிஞ்சுக்கிட்டேன் கண்மணி ஏன் கண்மணி ஞானம் பிறந்திருச்சு நான் புரிஞ்சிருச்சேன் கண்மணி ஏன் கண்மணி അറിഞ്ഞോ നിലവാനത്ത് 1000 ശാസ്ത്ര
ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ എനിക്ക് കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. കണ്ണീർ പാടത് കാറ്റ് മൂളണ നേരത്ത്, കാറ്റ് മൂളണ നേരത്ത്, കൂരാക്കുന്നിന്റെ പാറമോളിൽ കൂമ്പ മൂളണ നേരത്ത്, കൂമ്പ മൂളണ നേരത്ത്, കൈത മുക്കണ കണ്ണീർ പാടത് കാറ്റ് മൂളണ നേരത്ത്, കൂരാക്കുന്നിന്റെ പാറമോളിൽ കൂമ്പ മൂളണ നേരത്ത്. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന് ഞാനും വരാ
മുല്ലപ്പൂ വിരിഞ്ഞു പതിനായിരം ആശകളാലൊരു പൊൻപുറമേ. തേൻവണ്ടു ഞാൻ തേൻവണ്ടു ഞാൻ അന്തിക്കടപ്പുറത്തൊരോലപ്പുഴയെ നാളും കുത്തി മുറുക്കി നടക്കണതാരാണ് താരാണേ ഞാനല്ല പാരും നല്ല വിടകളല്ല ജമാലും അങ്ങേ കരളിൽ പള്ളിയുറങ്ങാൻ പൂക്കളി പോകരാണേ അന്തിക്കടപ്പുറത്തൊരോലപ്പുഴയെ നാളും കുത്തി മുറുക്കി നടക്കണതാരാണ് താരാണേ പടികൂടെ ചെമ്പട കൊട്ടിക്കോരം തുള്ളും താളം വീരൻ പടികൂടെ വെങ്കുടി എത്തി കൊട്ടിക്കേരും ഇത് മുണ്ടൻ കുല്ലിക്കൊന്തിന് വേലെ കാവടി എന്തും ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടുന്നതിലിടും ഇത് വാമന മേലെ സൂര്യനൊഴിക്കും പുലരിക്കതിരിൽ വള്ളിത്തേര് ആടും മലയും പുഴിയെ കടം കയറി വരുന്നൊരു വള്ളിത്തേരാടേ നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ തമ്പോല ഇവിടെ അനൗൺസ് ചെയ്തിരുന്നു. അപ്പോൾ പലരും ബോർഡ് വാങ്ങിച്ചിട്ട് അവിടെ വെച്ച് പോയിരിക്കുകയാണ്. ഈ തമ്പോലേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബോർഡ് എത്രമാത്രം കൂടുതൽ വിൽക്കുന്നുണ്ടോ അത്രമാത്രം പെട്ടെന്ന് അതിൻ്റെ പ്രൈസ് വരും. അപ്പോൾ സമയം വൈകിയത് കൊണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് ആദ്യം തേർഡ് പ്രൈസ്, പിന്നെ സെക്കൻഡ് പ്രൈസ്, ഏറ്റവും അവസാനമാണ് ഫസ്റ്റ് പ്രൈസ് വരിക. നമ്മളിപ്പം ഒരൊറ്റ പ്രൈസിൽ ഒതുക്കിക്കൊണ്ട് ആദ്യം തന്നെ ഫസ്റ്റ് പ്രൈസ്, അത് ഫുൾ ഹൗസ് ഒന്നും വേണ്ട, ഒരു ബോർഡ് തരുമോ ദയവേദിട്ട് ആരെങ്കിലും?
അല്ലെങ്കിൽ ഇത് ഏകദേശം 3/4 മണിക്കൂറിലെടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാനായിട്ട് ഏതെങ്കിലും ഒന്നുകിൽ ഡയഗണലായിട്ട്, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട്, അല്ലെങ്കിൽ ഹോറിസോണ്ടലായിട്ട് ആർക്കാണ് ആദ്യം വരുന്നത് അവർക്ക് ഫസ്റ്റ് പ്രൈസായ, എന്താണ് പ്രൈസ് വിനോദ്? ഫസ്റ്റ് പ്രൈസ് എന്താ? വാക്വം ക്ലീനർ. അത് ഏതെങ്കിലും ആയത് മതി. ഒന്നിക്കൽ ഡയഗണൽ, വെർട്ടിക്കൽ, ഹോറിസോണ്ടൽ, 4 നമ്പർ വന്നാൽ മതി. അത് പോട്ടെ. അപ്പം ഒരു പ്രൈസ്, ഒരു മെയിൻ പ്രൈസ്, 4 അക്കം മാത്രം വന്നാൽ മതി. ഏതെങ്കിലും ഒരു ലൈന്, കുത്തനെ, വിലങ്ങനെ, ഓക്കെ, അല്ലെങ്കിൽ ഡയഗണൽ. ഓക്കെ, ഇതാരും തന്നു ബോർഡ്? എല്ലാവരുടെ കയ്യിലും ചോക്കുണ്ടല്ലോ, ആ ബോർഡ് ഇവിടെ വെച്ചിരുന്ന് വരച്ചോ. പെൻസിലായാലും അത് പിന്നെ അത് മായ്ച്ചു കളയാൻ ബുദ്ധിമുട്ടാവും. ഒരു ചോക്ക് കൊടുക്കുക, നിങ്ങൾ വിളിച്ചാൽ മതി, നമ്പർ വിളിച്ചാൽ മതി. ആർ യു റെഡി? ഒന്ന് നല്ല സൗണ്ട് എടുത്താ പ്ലീസ്. നിങ്ങൾക്കാർക്ക് വിസിലടിക്കൊന്നും അറിയില്ല. വിസിലടിച്ച എല്ലാവരും ഒന്ന്. That spirit. So we are moving to Tampola. നമ്മൾ നറുക്കെടുക്ക് ആരംഭിക്കുകയാണ്. ഓരോ സ്ലോട്ടിന് നമ്പർ അനൗൺസ് ചെയ്യും. നമ്പർ 44. 44. Next one. 95. ഒരു ആരവങ്ങളൊക്കെ ഒന്ന് വരട്ടെ. നല്ല അടിച്ചു പൊളിച്ചൊന്ന്. ഇത്രയും നല്ല എനർജറ്റിക് സോങ് ഇവിടെ ഉണ്ടായിട്ട് ആരും ഒന്ന് അടിച്ച കൈയടിച്ചേ. നമ്പർ 14. 14. Is it okay? ഇല്ല, എന്നാ ഇത് നിങ്ങൾക്കുള്ള നമ്പറാ. 73 കറക്റ്റ് അല്ലേ? അടുത്ത 07. സുഹൃത്തുക്കളെ, ഒന്നിലധികം സമ്മാനം ഒരേ സമയം വന്നിട്ടുണ്ടെങ്കിൽ നറുക്കെടുത്തിട്ട് തീരുമാനിക്കും. അപ്പൊ ഏതാണ് ആ ഭാഗ്യവാൻ, ആ ഭാഗ്യവതി, അല്ലെങ്കിൽ കൊച്ചുമക്കൾ? അടുത്ത നമ്പർ 06. റെഡി അല്ലേ? നെക്സ്റ്റ് വൺ 75. അടിച്ചാ? ബസ് അടിച്ചാ? മുന്നോട്ട് വരണ പെട്ടെന്ന് തന്നെ കേട്ടോ. 40. Anybody can guess what is his number? Yeah, you are right. 01. Number 88. റെഡി അല്ലേ? എന്താ ഒരു സൗണ്ട് ഒന്നും ഇല്ലാത്തപ്പാ. കണ്ണൂരുകാർക്കൊന്നും സൗണ്ട് ഇല്ലാന്ന് തോന്നുന്നു. 28. റെഡിയാണോ? ഒറ്റൊന്നും കൂടിയോ? ഇതാ എന്നാ മോന് വേണ്ട ഞാൻ പറഞ്ഞു തരട്ടെ. 17. 17. എന്താ വേണ്ടേ? എന്നാ ഇതാ 67. 67. അടുത്ത നമ്പർ 64. റെഡിയാണോ? ഒന്ന് മുന്നോട്ട് വരുവാ. ഒന്ന് എഴുന്നേറ്റങ്ങ് നിൽക്കപ്പാ, എന്നാൽ അവർ അരം വരൂ. അടുത്ത നമ്പർ 59. ആരെങ്കിണ്ടോ? നെക്സ്റ്റ് വൺ 92. ജസ്റ്റ് മാറിപ്പോയി ഒരക്ഷരം.
9-2 ഓക്കെ അല്ലേ? എന്നും ഓക്കെ ആയില്ലേ? എന്നാ ഇതാ പിടിച്ചോ 29. ഓക്കെ ആണോ? എന്താ ചെയ്യാ? നെക്സ്റ്റ് വൺ 80. അതും ഇല്ല. ഓക്കെ, മോനെന്നാ വേണ്ടേ? എല്ലാവരും ഒന്ന് കൈയടിച്ച്. ഹലോ, റെഡിയാ? ആദ്യത്തെ 55 ആയിരുന്നു. നെക്സ്റ്റ് നമ്പർ ഈസ് 98. റെഡിയാണോ? അടിച്ചു മോനെ. ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതല്ലേ. ഇനി അടുത്ത പറയട്ടെ, അടുത്ത പറയാ 54. വന്ന് വരട്ടെ, മുന്നോട്ട് വാ, ഓടി വാ. ഓക്കെ, ഇത് മതിയാവും. 79 പോരെ? അങ്ങ് അവിടെ ഇരിക്കുന്ന നമ്മളെ പുഴക്കപ്പുറം നിൽക്കുന്ന ആൾക്കാരൊന്നും അനങ്ങുന്നില്ലേ? ഒന്ന് നന്നായിട്ട് കുലിക്കുക. ഇനി എത്ര വേണ്ടേ മോനെ? 70. ലക്കി നമ്പർ പിടിച്ചോ. 70. എന്താ ചെയ്യാ? ആ പുഴക്കപ്പുറം നിൽക്കുന്ന ആൾക്കാരൊന്നും കൈയടിക്കുന്നില്ല. ഒന്ന് കൂക്കിട്ട. വെരി ഗുഡ്. ഓക്കെ, അടുത്തത് 66. ഓക്കേടാ? മതിയായിക്ക? എന്റെ മോനെ എങ്ങനെ ഗസ് ചെയ്ത്? കറക്റ്റ് നമ്പർ 97. ആരാ 97? 97. അടുത്ത എത്ര വേണ്ടേ? എന്നാ 34. അടിച്ചോ 34 പോരാ? അല്ല, നിങ്ങള് കൈയടിക്കാതെ കൂക്കി വിളിക്കാതെ ഒന്നും ഇത് ശരിയായ നമ്പർ വരൂല. ആ പുഴക്കപ്പുറം നിൽക്കുന്ന ആൾക്കാരുണ്ട്. എത്ര വേണ്ടേ? വന്ന അടിച്ചു മോനെ. അതാരത്? കാണിച്ചു ഇവിടെ ഇതാ. അവിടെ ഒന്ന് അനൗൺസ് ചെയ്യ. ഒറ്റ മിനിറ്റ്, എല്ലാവരും വെയിറ്റ്. പേര് പറ മോനെ. അഭിലാഷിന് ഒരു ജയ് വിളിച്ച നല്ലതാണ് ഇവിടുത്തെ അഭിലാഷ്. ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനമായിരുന്നു ഇപ്രാവശ്യത്തെ. അത് നമ്മുടെ അഭിലാഷ് കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരും ദയവ് ചെയ്ത് ബോർഡുകൾ നമ്മൾ സമയപരിമിതി മൂലം സമ്മാനം ഒന്നാക്കിയിട്ടുണ്ട്. കയ്യിൽ നമ്പറാ പറയാൻ പാടില്ല. 69. അത് കഴിഞ്ഞ ഓക്കെ, ചെക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അനൗൺസ് ചെയ്ത്. നമ്മളെ ആലപ്പുഴക്കാരൻ സ്റ്റേയിൽ വന്നേ. നമ്മുടെ ആലപ്പുഴ നിന്ന് കണ്ണൂർ അസോസിയേഷൻ്റെ, കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കുചേരുകയും നമ്മുടെ കണ്ണൂരുകാരെ എല്ലാം ഒരു ചൊല്ലുണ്ടല്ലോ, ചൊല്ലില്ലായിരുന്നു എന്നാ? മണ്ണും ചാരി എന്ന പെണ്ണും കൊണ്ടുപോയിന്നോ? ഇദ്ദേഹം നമ്മുടെ കണ്ണൂരിന് വേണ്ടി വടംവലിയിൽ മെമ്പറാണ്. നല്ല ഗൈഡ് പ്ലീസ്, നല്ല ഗൈഡ് നമ്മുടെ അഭിലാഷ്. ഇതിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി ഞാൻ മൈക്ക് നമ്മുടെ ആങ്കറിന് കൈമാറുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്ലീസ്. താങ്ക് യു സനോജ് ചേട്ടാ. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് ഒട്ടും ബോറടിക്കാതെ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു സെക്കൻഡ് പ്രൈസ് ഇല്ല, എന്താ ചെയ്യാ, സമയം പോയല്ലോ. ഓക്കെ, അപ്പോൾ ചേട്ടാ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എൻ്റെ പേര് അഭിലാഷ്. ഞാൻ ആലപ്പുഴയാണ്, മാവേലിക്കരയാണ്. ഞാൻ കണ്ണൂരിൻ്റെ വടംവലി ടീമിലാണ് ഞാൻ പങ്കുചേർന്നേക്കുന്നത്. എൻ്റെ കണ്ണൂർ സുഹൃത്തുക്കൾ ആണ് എന്നെ കണ്ണൂർ ടീമിലേക്ക് വടംവലിയിലെടുത്തത്. അങ്ങനെ വന്നതാണ്, അവർ വിളിച്ചിട്ട് വന്നതാണ്. താങ്ക്സ് കണ്ണൂർ, ഓൾ താങ്ക്സ്. അതെ, നമ്മുടെ ആലപ്പുഴയ്ക്ക് സമ്മാനം കൊടുത്ത മാതൃകയായിരിക്കുകയാണ് കണ്ണൂരുകാര്. ഞാൻ പ്രൈസ് കൊടുത്താൽ മതിയോ? പ്രസിഡന്റ് ഉള്ളപ്പോ പിന്നെ ഞാൻ പ്രൈസ് കൊടുക്കുന്നത് എങ്ങനെയാ? അപ്പൊ പ്രൈസ് വരട്ടെ. ആരെവിടെ? പ്രൈസ് വരട്ടെ.
സനോജേട്ടാ പ്രൈസ് എവിടെ? പ്രൈസ് ഉണ്ട്. ഒരു വളരെ സുരക്ഷിതമായിട്ട് ബി നിലവറയിൽ വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കൊണ്ടുവരും. അതാണല്ലേ. പ്രിയമുള്ളവരെ, കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച ഗാനാമൃതം അതിഗംഭീരമായി ഇവിടെ പര്യവസാനിക്കുകയാണ്. ഈ വൈകിയ വേളയിലും എല്ലാവിധ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെയായി നമ്മളോടൊത്ത് സഹകരിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇത്തരത്തിൽ ഒരു വേദി സമ്മാനിച്ച കണ്ണൂർ ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷനോടും വിശിഷ്യ നമ്മുടെ വിനോദേട്ടനോടും ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി അറിയിക്കുന്നു.